ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലെ സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8ന്റെ ടീം. അത് മറ്റൊന്നുമല്ല, സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ ടാസ്ക് വരാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമണേഴ്സിനെ കൂടുതൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഒരു പാനലാണ്. കുറെ അധികം കോമണേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നും ഈ പാനൽ 3 ജഡ്ജസ്മാരടങ്ങുന്ന പാനലാണ് ഈ ബിഗ് ബോസ് സീസൺ 8ന്റെ കണ്ടസ്റ്റന്റ് ആയിട്ട് മാറേണ്ട കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ദാ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഏഷ്യാനെറ്റ് ആ ജഡ്ജസിന്റെ പേരുകൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കിനി ആ ജഡ്ജസ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. സീസൺ 1 അത്രയും ടഫായിട്ടുള്ള റോ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. ആ സമയത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞ അമ്മാതിരി ഫൈറ്റ് ഒക്കെ ഉണ്ടായ ഒരു സീസൺ. ആ സീസണിലെ ഷൈനിങ് സ്റ്റാർ ആയിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ആണ് ഒരു ജഡ്ജ്. ഇനി രണ്ടാമത്തെ ജഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ 7 വരെ മലയാളത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു. പക്ഷെ ഒരു ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പേരാണ് ഇന്ന് മലയാളി പ്രേക്ഷകർ എല്ലാവരും പറയുന്നത്. അത് മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി റിയാസ് സലീം. ഇനി മൂന്നാമത്തെ ആളുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ടൈറ്റിൽ വിന്നറാണ്. ആ സീസൺ എല്ലാ ഗെയിമും തൂക്കുന്ന ഒരാള്. വാക്ചാരിത്യം കൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരാള്. മറ്റാരുള്ള അഖിൽ മാറ, സീസൺ 5ന്റെ ടൈറ്റിൽ വിന്നർ. ഈ 3 പേരാണ് ഈ പ്രാവശ്യത്തെ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷന്റെ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവരാണ് നമ്മുടെ സീസൺ 8ലോട്ടുള്ള കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്കാർ. ഇനി ഈ അഗ്നി പരീക്ഷ എന്ന ടാസ്കിന്റെ അവതാരിക ആരാണെന്ന് നോക്കിയാലോ. അതും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. റെനീഷ, സീസൺ 5ന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള റെനീഷ. സോ ഈ ഒരു അഗ്നി പരീക്ഷ മലയാളി പ്രേക്ഷകർക്ക് ആദ്യമാണ്. ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അല്ലെ, എത്രത്തോളം കാര്യക്ഷമമായിട്ടായിരിക്കും ഇവർ സീസൺ 8ലെ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ 3 പേരുടെ ഇടയിലും ഫൈറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് വരെ നമുക്ക് കണ്ടറിയാം. ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോണതെന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. സോ ഒരുപാട് കോമണേഴ്സ് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ഷോ ഇനി വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം പല കാറ്റഗറീസിലുള്ള ആൾക്കാരും ഇതിനകത്ത് വന്ന് പെടും. ഒരേ ലെവലിൽ നിൽക്കുന്നവരെല്ലാം പല തലത്തിൽ പല തരത്തിലുള്ള ആൾക്കാരാണ്, പല ചിന്തകളുള്ള ആൾക്കാരാണ്. ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ് ഇത്രയും കോമണേഴ്സിനകത്ത് വരുന്നത്. സോ എക്സൈറ്റഡ് ആണ്. പക്ഷെ എത്രയൊക്കെ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാലും കണ്ടസ്റ്റൻസ് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളും മനസ്സിലാക്കാം, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ മാത്രമാണ്. അതിൽ കൂടുതൽ ഇതിനൊരു പ്രസക്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ ഓരോ ഇതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർക്കുക, കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ. അതല്ലാണ്ട് ഒരാളുടെ ലൈഫ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ മാറാതിരിക്കട്ടെ. പലപ്പോഴും ബിഗ് ബോസിനകത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കാറുണ്ട്. സോ വെയിറ്റ് ചെയ്യാളെ ഒരു മികച്ചൊരു സീസൺ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം.